രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുഞ്ഞുമക്കളെ? സുഖാണല്ലേ? നമ്മൾ ഏതൊരു നല്ല കാര്യവും തുടങ്ങുന്നത് പ്രാർത്ഥനയോടെയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അങ്ങ് നിരന്തരം ഇടപെട്ടതുപോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഇടപെടുന്ന അങ്ങയെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരുത്തണമേ. ആമേൻ. 13-ാം പാഠത്തിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഇസ്രായേലിലെ നേതാക്കന്മാരെ കുറിച്ച് അല്ലേ? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ദേശമാണ് കാനാൻ ദേശം. തേനും പാലും ഒഴുകുന്ന ഒരു ദേശം. അവർ അവിടെ താമസമർപ്പിച്ചു. സാവധാനം അവർ വളരെ ശക്തമായ ജനങ്ങളാവാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കളുടെ ഭീഷണിയും അവർക്ക് ഉണ്ടായി. അപ്പോൾ ഈ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കുറേ നേതാക്കന്മാർ മുന്നോട്ട് വന്നു. ആ നേതാക്കന്മാരെ ന്യായാധിപന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ന്യായാധിപന്മാർക്ക് ശേഷം ഇസ്രായേൽക്കാർക്ക് കുറേ രാജാക്കന്മാരുണ്ടായി. ഏത് പ്രവാചകന്റെ കാലത്താണ് ഇസ്രായേൽ ജനതയ്ക്ക് ആദ്യത്തെ രാജാവിനെ ലഭിച്ചത്? സാമുവൽ പ്രവാചകന്റെ. ആരായിരുന്നു ആദ്യത്തെ രാജാവ്? സാവൂൾ. വെരി ഗുഡ്. അങ്ങനെ രാജാക്കന്മാരുടെ കീഴിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനത ജീവിച്ചു പോകുന്നത്. ഇതെല്ലാം നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 13-ാം പാഠത്തിൽ പഠിച്ചു. ഇന്ന് 14-ാം പാഠത്തിൽ നമ്മൾ ഇസ്രായേലിലെ പ്രവാചകരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരെക്കുറിച്ചാണ്? ഇസ്രായേലിലെ പ്രവാചകരെ കുറിച്ച്. എന്താണ് ഈ പ്രവാചകൻ? അല്ലെങ്കിൽ ആരാണ് ഈ പ്രവാചകന്മാർ? എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചർ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ രാത്രി കാലങ്ങളിൽ കറണ്ട് പോവാറുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കും. ആ മെഴുകുതിരിയുടെ വെട്ടം കൊണ്ട് ആ മുറിയിലുള്ള അന്ധകാരം ഇല്ലാതാവും. നിങ്ങളുടെ വീടുകളിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർ എന്തു ചെയ്യും? ഈ വെട്ടം കണ്ടു കഴിയുമ്പോൾ അതിനെ ഒന്ന് തൊടാനുള്ള ടെൻഡൻസി ഈ കുഞ്ഞുമക്കളുടെ ഉള്ളിലുണ്ട്. അവർ ഓടിച്ചെന്ന് അതിനെ തൊടാൻ ശ്രമിക്കും. അങ്ങനെ തൊട്ടാൽ എന്ത് സംഭവിക്കും മക്കളെ? കൈ പൊള്ളുമല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ല. ഇതറിയാവുന്ന വീട്ടിലുള്ള മുതിർന്നവർ എന്തു ചെയ്യും? ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ചു മാറ്റും. കുഞ്ഞിന് നമ്മൾ മുന്നറിയിപ്പ് നൽകും, മോനെ അതിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്ന്. ഇതുപോലെ ഇസ്രായേൽ ജനതയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നവരാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നവരാണ് പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചകൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. രാജാക്കന്മാരുടെ കീഴിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത സാവധാനം ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. ഇതൊരു നല്ല കാര്യമാണോ മക്കളെ? ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുക? ഇല്ല. അവർ അന്യദേവന്മാരെ ആരാധിച്ചു. അങ്ങനെ രാജ്യത്തെങ്ങും കൊള്ളയും കൊലപാതകവും വഞ്ചനയും നിറഞ്ഞു നിന്നു. അവരെ അങ്ങനെ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഇസ്രായേൽ ജനതയെ നന്മയുടെ പാതയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അപ്പോൾ ആരാണ് പ്രവാചകന്മാർ? ദൈവത്തെ മറന്ന് തെറ്റുകൾ ചെയ്ത് ജീവിച്ച ഇസ്രായേൽ ജനതയെ തിരികെ ദൈവത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഇനി ടീച്ചർ പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാം. പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. എന്താണ് പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം?
ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. ഓരോ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അവർക്ക് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളതാണ്. അപ്പോൾ ഓരോ പ്രവാചകരും പറയുന്ന വാക്കുകൾ നമ്മൾ അതേപോലെ അനുസരിക്കണം. ഇനി പ്രവാചകരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങളുടെ വീടുകളിൽ കുട്ടികൾ തെറ്റുകൾ ചെയ്താൽ മാതാപിതാക്കൾ എന്തു ചെയ്യും? അവരെ തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം ആ തെറ്റ് വീണ്ടും കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ ശാസിക്കും. പിന്നെയും അത് തന്നെ ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കൾ ശിക്ഷിക്കും. അതാണ് ഒരു നല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. ഇവിടെ ഇതുപോലെ തന്നെ പ്രവാചകന്മാരും ഇസ്രായേൽ ജനതയ്ക്ക് തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തു. അവരെ ശാസിച്ചു, കുറ്റപ്പെടുത്തി, ഹൃദയപരിവർത്തനം നടത്തി ദൈവത്തിലേക്ക് തിരികെ വരാനായി ആവശ്യപ്പെട്ടു. അതുപോലെ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും എന്ന് ശക്തമായ മുന്നറിയിപ്പും നൽകി. അപ്പോൾ എന്താണ് ഓരോ പ്രവാചകരുടെയും ഉത്തരവാദിത്തം? ഒന്നാമത്തേത് തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക, രണ്ടാമത്തേത് ശാസിക്കുക, മൂന്നാമത്തേത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികെ വരാനായി ആഹ്വാനം നൽകുക, അതുപോലെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകി. ഇതാണ് ഓരോ പ്രവാചകരുടെയും ഉത്തരവാദിത്തം. ഇനി പ്രവാചകരെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. പ്രവാചകരെ അവർ എഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. വലിയ പ്രവാചകരെന്നും ചെറിയ പ്രവാചകരെന്നും. 4 പേരാണ് വലിയ പ്രവാചകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരൊക്കെയാ 4 പേര്? ഏശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ. ഇവർ എഴുതിയത് അത്യാവശ്യം കുറേ അധ്യായങ്ങളുള്ള പുസ്തകങ്ങളാണ് ഇവർ 4 പേരും എഴുതിയത്. 12 പേരാണ് ചെറിയ പ്രവാചകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, സഗറിയ, ഹഗായി, മലാക്കി. ഈ 12 പേർ ചെറിയ പ്രവാചകർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർക്ക് പ്രാധാന്യം കുറഞ്ഞു പോയത് കൊണ്ടല്ല, അവർ എഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പം കുറഞ്ഞു പോയത് കൊണ്ടാണ് അവരെ ചെറിയ പ്രവാചകർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ച് കൂടി പഠിക്കാം. അത് ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ്റെതായി ബൈബിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പുസ്തകം പോലും കാണാൻ സാധിക്കില്ല. പക്ഷേ ഏലിയ പ്രവാചകനെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകങ്ങളെടുത്ത് വായിക്കണം. അതിൽ ഏലിയ പ്രവാചകനെ കുറിച്ചും അതുപോലെ ഏലീഷ പ്രവാചകനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏലിയ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഏത് രാജാവിൻ്റെ കാലത്താണ്? ആഹാബ് രാജാവിൻ്റെ. ഈ ആഹാബ് രാജാവ് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ബാലദേവനെയാണ് ആരാധിച്ചിരുന്നത്. ദൈവം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന്. പക്ഷേ ഇവിടെ ആഹാബ് രാജാവ് ദൈവത്തെ മറന്ന് ബാലദേവനെയാണ് ആരാധിച്ചിരുന്നത്. ബാലദേവന് വേണ്ടി അദ്ദേഹം ഒരു ക്ഷേത്രം പണിയിപ്പിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ 2 മക്കളെ എന്തു ചെയ്തു? ബലി കൊടുത്തു. നമ്മൾ പഴയ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അബ്രഹാമിൻ്റെ ബലി. അബ്രഹാം ആരാ? നമ്മുടെ എല്ലാം പിതാവ് അല്ലേ? അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി അബ്രഹാം പുത്രനെയും കൊണ്ട് മോറിയ മലയിൽ പോകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഴയ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ മോറിയ മലയിൽ ചെന്നപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ട ദൈവം എന്തു ചെയ്തു?
ഇസഹാക്കിന് പകരം ഒരു മുട്ടാടിനെ കൊടുത്തു. ആ മുട്ടാടിനെയാണ് അബ്രഹാം ബലി കഴിച്ചത്. പക്ഷേ ഇവിടെ ആഹാബ് രാജാവ് തൻ്റെ 2 പുത്രന്മാരെയാണ് ബാലദേവന് വേണ്ടി ബലി കഴിച്ചത്. ഇതറിഞ്ഞ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. നീ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആഹാബ് രാജാവ് ഇതൊന്നും തന്നെ കേൾക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ ബാൽദേവന്റെ പ്രവാചകന്മാരും ഏലിയ പ്രവാചകനും തമ്മിൽ ഒരു പന്തയം വെച്ചു. എന്താണ് പന്തയം എന്ന് ടീച്ചർ പറഞ്ഞു തരാം. അതായത് ആരുടെ ബലിയാണോ ദൈവം സ്വീകരിക്കുന്നത് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. 2 പേരും ബലിയർപ്പിക്കാൻ പോവുകയാണ്. ആഹാബ് രാജാവിൻ്റെ പ്രതിനിധികളായ അല്ലെങ്കിൽ ബാൽദേവന്റെ പ്രവാചകരും മറുവശത്ത് ഏലിയ പ്രവാചകനും 2 പേരും ബലിയർപ്പിക്കും. ആരുടെ ബലിയാണോ ദൈവം സ്വീകരിക്കുന്നത് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഇതാണ് അവരുടെ പന്തയം. അങ്ങനെ ബാൽദേവന്റെ പ്രവാചകന്മാർ ഒരു വശത്ത് നിന്നു. അവർ ഒരു കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി ബലിപീഠത്തിന് മുകളിൽ ഒരുക്കി വെച്ചു. അതിനുശേഷം ബാൽദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ബാൽദേവൻ അവരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയ പ്രവാചകൻ മുന്നോട്ട് വന്നു. അദ്ദേഹം കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി 12 കല്ലുകൾ എടുത്ത് ബലിപീഠം ഒരുക്കി. എന്തിനാ അദ്ദേഹം 12 കല്ലുകൾ എടുത്തത്? 2 കല്ല് വെച്ചാലും നമുക്ക് ബലിപീഠം ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ ഇവിടെ 12 കല്ലുകൾ എടുത്തു. എന്താണ് ഈ 12 കല്ലുകൾ? ഈ 12 കല്ലുകൾ യാക്കോബിന്റെ പുത്രന്മാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ 12 കല്ലുകൾ. യാക്കോബാരാ? ഇസഹാക്കിന്റെ പുത്രന്മാരിൽ ഒരാളല്ലേ? മറ്റേ പുത്രന്റെ പേരെന്താ? ഏസാവ്. ഏസാവും യാക്കോബും. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ആ 12 പുത്രന്മാരുടെ അവരുടെ ഗോത്രങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് 12 കല്ലുകൾ എടുത്തത്. ഈ 12 കല്ലുകളിന്മേൽ ബലിപീഠം ഒരുക്കി. അതിന്മേൽ കാളക്കുട്ടിയെ കൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചു. അതിനുശേഷം ഏലിയ പ്രവാചകൻ ഒരു കാര്യം കൂടി ചെയ്തു. എന്താണെന്നോ? ഏലിയ പ്രവാചകൻ 12 കുടം വെള്ളമെടുത്ത് ഈ ബലിവസ്തുക്കളിന്മേൽ ഒഴിച്ചു. മഴയത്ത് കിടന്ന നനഞ്ഞ വിറക് പിന്നെ കത്തുമോ? ഇല്ല. നമ്മൾ എന്തോരം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചാലും ആ വിറക് കത്തില്ല. പക്ഷേ ഇവിടെ 12 കുടം വെള്ളമാണ് ഏലിയ പ്രവാചകൻ കോരി ഒഴിച്ചത്. അത് ഒഴുകിപ്പോകുന്നതിന് വേണ്ടി ഒരു ചാലും കീറി. ആ ചാലിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്നു. അതിനുശേഷം ഏലിയ പ്രവാചകൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു. അഗ്നിയുടെ രൂപത്തിൽ ദൈവം ബലിവസ്തുവും അതുപോലെ ബലിപീഠവും കല്ലും മണ്ണും ആ ചാലിലെ വെള്ളം വരെ കത്തിച്ചാമ്പലായി. ഇത് കണ്ട ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങനെ ഇസ്രായേൽ ജനതയെ സത്യദൈവ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അപ്പോൾ ഏലിയ പ്രവാചകൻ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ജനതയെ സത്യദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. ഇനി ടീച്ചർ ഇന്നത്തെ ആക്ടിവിറ്റി തരട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഒരു പദസൂര്യനെ കാണാൻ സാധിക്കും. 2 പദസൂര്യന്മാരുണ്ട് അവിടെ. ഒരു വലിയ പ്രവാചകരും ഒന്ന് ചെറിയ പ്രവാചകരും. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെ നോട്ട്ബുക്കിൽ ഈ പദസൂര്യൻ വരച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. ആരൊക്കെയാണ് വലിയ പ്രവാചകർ, ആരൊക്കെയാണ് ചെറിയ പ്രവാചകർ, ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യില്ലേ? ചെയ്യോ അല്ലേ? ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സ്നേഹപിതാവായ ദൈവമേ, ഇന്നിവിടെ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രവാചകന്മാരെ പോലെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാകാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും അച്ഛന്മാരും സിസ്റ്റേഴ്സും പറഞ്ഞു തരുന്ന നന്മയുടെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി തെറ്റിൻ്റെ വഴിയിൽ നിന്നും നന്മയുടെ പാതയിലേക്ക് തിരികെ വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.